എസ്രാ അധ്യായം 10 മിശ്രവിവാഹം അവസാനിപ്പിക്കുന്നു. എസ്രാ ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീപുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിന വ്യഥയോടെ വിലപിച്ചു. ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട യെഹിയേലിൻ്റെ മകൻ ഷക്കാനിയ എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച ദേശത്തെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവ്വം ചെയ്യുക. അപ്പോൾ എസ്രാ എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്രാ ദേവാലയത്തിനു മുൻപിൽ നിന്ന് പിൻവാങ്ങി എലിയാശിമിൻ്റെ മകൻ യഹോഹനാൻ്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു, മടങ്ങിയെത്തിയ പ്രവാസികളെല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 ദിവസത്തിനകം വരാതിരിക്കുന്നവൻ്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദാ ബെഞ്ചമിൻ ഗോത്രജ്ഞർ ജെറുസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്രാ അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യസ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്. ഇത് പേമാരിയുടെ കാലവുമാണ്. ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിൻ്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ക്രോധം ശമിക്കുന്നത് വരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസ്ഹേലിൻ്റെ മകൻ ജൊനാഥനും തിക്വായുടെ മകൻ യഹസിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവ്യനായ ശെബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്രാ കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസമായപ്പോൾ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിതപുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിൻ്റെ മകൻ യെശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മസേയ, എലിയേസർ, യാറിബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിൻ്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യെഹിയേൽ, ഉസിയ. പശൂറിൻ്റെ പുത്രന്മാരിൽ എലിയോവെനായി, മാസേയ, ഇസ്മായേൽ, നെതനേൽ, യോസാബാദ്, എലാസ. ലേവ്യരിൽ യോസാബാദ്, ശിമെയി, കെലായ അതായത് കെലിത്ത, പെതാഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽകാവൽക്കാരിൽ ശല്ലൂം, തെലം, ഊറി. ജനത്തിൽ പാറോഷിൻ്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിൻ്റെ പുത്രന്മാരിൽ മത്താനിയ, സക്കറിയ, യെഹിയേൽ, അബ്ദി, യെറേമോത്ത്, ഏലിയ. സത്തുവിൻ്റെ പുത്രന്മാരിൽ എലിയോവേനായി, എലിയാഷിബ്, മത്താനിയ, യെറേമോത്ത്, സാബാത്ത്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹനാൻ, ഹനാനിയ, സബായി, അത്ലായി. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലൂക്ക്, അദായ, യാഷൂബ്, ഷെയാൽ, യെറേമോത്ത്. പഹത്ത് മോവാബിൻ്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബനായ, മസേയ, മത്താനിയ, ബസാലേൽ, ബിന്നൂയി, മനാസെ. ഹാരിമിൻ്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷ്യ, മൽക്കിയ, ഷെമായ, ഷിമയോൻ, ബെഞ്ചമിൻ, മല്ലൂക്ക്,
ഷെമാറിയ. ഹാഷൂമിൻ്റെ പുത്രന്മാരിൽ മത്തേനായി, മത്താത്ത, സാബാദ്, എലീഫെലത്ത്, യെറേമായി, മനാസെ, ഷിമേയ്. ബാനിയുടെ പുത്രന്മാരിൽ മാദായി, അമ്രാം, യുവേൽ, ബനായ, ബദേയ, കെലൂഹി, വാനിയ, മെറേമോത്ത്, എലിയാഷിബ്, മത്താനിയ, മത്തേനായി, യാസു. ബിന്നിയുടെ പുത്രന്മാരിൽ ഷിമേയി, ശെലമിയ, നാഥാൻ, അദായ, മക്നദേബായി, ഷാഷായി, ഷാറായി, അസറേൽ, ശെലമിയ, ഷെമറിയ, ഷല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തീത്തിയ, സാബാദ്, സെബീന, യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു.